ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോകുല് കൺമണിക്ക് കൃഷിനോടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റിക്കൊടുക്കുന്നുണ്ട്. നാളെ തന്നെ പോയി കൃഷി സാറിനെ കാണണമെന്ന് ഗോകുല് പറയുന്നു. കൺമണി അപ്പോൾ ശരി, ഞാൻ നാളെ തന്നെ കാണാമെന്ന് പറയണം. അതിനുശേഷം കൺമണി സന്തോഷത്തോടുകൂടി തന്നെ കൃഷിനെ സ്വപ്നം കാണുകയാണ്. കൃഷി സ്വപ്നത്തിൽ വന്നിട്ട് കൺമണിയോട് എന്നെ നീ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൺമണി പറയണേ, ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷി നിൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ടോ ചോദിക്കുമ്പോൾ കൺമണി പറയണ കുഴപ്പമില്ല. അല്ല സാർ ഇതെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നോടുള്ള എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റാനാണ്. വഴിയരികിൽ വെച്ചോ ഫോണിൽ വിളിച്ചോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺമണിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പം തന്നെ എല്ലാം വിശദീകരിച്ച് പറയാമെന്ന് പറയുമ്പോൾ കൺമണി പറയണേ, സാർ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. തെറ്റ് എൻ്റെ ഭാഗത്താണ്. സാറിന് എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഗൂഗിൾ ഓരോ പോയിന്റുമായിട്ട് എന്നോട് വിശദീകരിച്ചപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് എന്ന് പറയുകയാണ്. പിന്നെയും കൃഷി എന്നാലും ഞാൻ ഒന്നുകൂടി എല്ലാം പറയാമെന്ന് പറയുമ്പോൾ കൺമണി പറയണ, വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി, സാറിന് ഒന്നും പറയണ്ട എന്ന് പറയുന്നു. അപ്പോൾ കൃഷി കൺമണിയോട് പറയാണ്, സോറി കൺമണി, എനിക്കെന്നും നിന്നെ ഇങ്ങനെ ചേർത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ്, ഞാൻ എന്നും സാറിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് തന്നെ ഉണ്ടാവും പറഞ്ഞിട്ട് കൃഷി കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഗോകുല് വരികയാണ്. പെട്ടെന്ന് കൺമണി ഞെട്ടുന്നു. ഗോകുല് വന്നിട്ട് കൺമണിയോട് ചോദിക്കണേ, എന്തേ അപ്പേ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, ക്രിസ് സാർ ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഗോകുല്, ഇതെന്തൊക്കെയാണ് അപ്പം ഈ പറയണത്, ക്രിസ് സാർ ഇവിടെ ഇങ്ങനെ വരാനെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, സ്വപ്നമായിരുന്നു അത്, ക്രിസ് സാർ സ്വപ്നത്തിൽ വന്നതാ എന്ന് പറയുന്നു. അപ്പോൾ ഗോകുല് പറയുകയാണ്, സോറി അപ്പേ, ഞാൻ നിങ്ങളുടെ സ്വപ്നത്തിലെ കട്ടുറുമ്പായല്ലേ, സാരല്ല, ഇനി അപ്പോൾ സ്വപ്നം കണ്ടോളൂ, ഞാൻ പോയേക്കാം, അതിനു മുന്നേ അപ്പോൾ ഇപ്പം തന്നെ ക്രിസ് സാറിനെ ഒന്ന് വിളിക്കുക എന്ന് പറയണം. അപ്പോൾ കൺമണി പറയാണ്, വേണ്ട, ഞാൻ നാളെ ഓഫീസിൽ പോയിട്ട് സാറിനെ കണ്ടോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോവുകയാണ്, സ്വപ്നം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഗോകുല് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം കൃഷി സങ്കടപ്പെട്ട് റൂമിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സാഗർ വരുന്നത്. സാഗർ വന്ന് കൃഷിനോട് ചോദിക്കുകയാണ്, എടാ കൺമണി റിസൈൻ ചെയ്തോ എന്ന്. അപ്പോൾ കൃഷി പറയാണ്, അങ്ങനെയാണ് മാനസ് എന്നോട് പറഞ്ഞത് എന്ന്. അപ്പോൾ സാഗർ പറയുകയാണ്, അവളുടെ കല്യാണം ഉടനെ ഉണ്ടാവുമെന്ന് ചേച്ചിയമ്മ പറഞ്ഞിരുന്നു, അവൾ നന്നായി ജീവിക്കട്ടടാ, നല്ല പയ്യനാ വരുണെന്ന് ചേച്ചിയമ്മ പറഞ്ഞു. കൺമണിയുടെ കുടുംബത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. നല്ല ജോലിയേക്കാൾ കൺമണിക്ക് ഇപ്പം ആവശ്യം നല്ലൊരു ജീവിതമാണ്, അതവൾക്ക് കിട്ടട്ടെ എന്ന് സാഗർ പറയുകയാണ്. അപ്പോൾ കൃഷി പറയുകയാണ്, വരുണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം അവസാനിക്കുകയായിരിക്കും ചെയ്യുക. വരുണ ആൾ ശരിയല്ല അച്ഛാ, അവനെ എനിക്കറിയാം, അവനൊരു സൈക്കോ ആണ്. കൺമണിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളെ കെട്ടുന്നത്. പിന്നെ എന്നോടുള്ള വൈരാഗ്യവും, എനിക്ക് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് അച്ഛ എന്ന് കൃഷി പറയുമ്പോൾ സാഗർ പറയാണ്, തീർച്ചയായും രക്ഷപ്പെടുത്തണം, കല്യാണത്തിന് നീ അവൾക്ക് നല്ലൊരു തുക സംഭാവനയായിട്ട് കൊടുക്കണം എന്ന് സാഗർ പറയുമ്പോൾ കൃഷി പറയാണ്, അങ്ങനെയല്ല അച്ഛ, ഞാൻ പറഞ്ഞത് ഇപ്പോഴും അച്ഛന് മനസ്സിലായിട്ടില്ല എന്ന് കൃഷി പറയുകയാണ്. അപ്പോൾ സാഗർ പറയാണ്, ഇല്ല, എനിക്കെല്ലാം മനസ്സിലായി, ഇത് നമ്മൾ തമ്മിൽ പലവട്ടം സംസാരിച്ചിട്ടുള്ളതുമാണ്, നിനക്ക് കൺമണിയോട് തോന്നുന്ന ഫീലിംഗ് ഇഷ്ടമല്ല, മറിച്ച് അത് സഹതാപമാണ്, സിമ്പതിയെ നീ ലവ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് സാഗർ പറയുമ്പോൾ കൃഷി പറയുകയാണ്, അല്ല അച്ഛ, അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ സാഗർ പറയണ, ആണ്, അതങ്ങനെ തന്നെയാണ്, സഹതാപം തീരുമ്പോൾ നിനക്ക് അവളോടുള്ള ഇഷ്ടവും തീരും, നിനക്ക് തോന്നും നീ കൺമണിയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന്, എന്നാൽ ഞാൻ പറയും നീ അവളുടെ ജീവിതം ഇല്ലാതാക്കുകയാണെന്ന്. മോനെ, അവൾക്ക് അവളുടേതായ ജീവിതമുണ്ട്, ആ വീട്ടുകാർ അതുമായിട്ട് സെറ്റുമാണ്, അവർക്ക് അവരുടേതായ ലോകമുണ്ട്. ഒടുവിൽ ആശയം കൊടുത്ത് ഒന്നും നടക്കാതെ, ഒടുവിൽ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ എന്തൊരു ദുരന്തമായിരിക്കും സംഭവിക്കുന്നത്. എടാ നീ വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഭരിക്കേണ്ടവനാ, നീയും മാനസികയും കൂടി ചേർന്നാൽ നമ്മുടെ ബിസിനസ്സിൽ കുറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. നീ പ്രാക്ടിക്കലായി ചിന്തിക്കേ, കൺമണിക്ക് കൺമണിയുടെ വഴി, നിനക്ക് നിന്റെ വഴി. മറ്റന്നാൾ ഞാനും അമ്മയും കൃപയും കൂടിയിട്ട് ജർമ്മനി പോവുകയാണ്. കൃപയെ പഴയ പോലെ ആക്കിയിട്ടായിരിക്കും ഞങ്ങൾ ഇനി വരുന്നത്. വന്നു കഴിഞ്ഞ കമ്പനി നിന്നെയും മാനസിയെ ഏൽപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. 28-ാം തീയതി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അതോടെ എല്ലാത്തിനും തീരുമാനങ്ങൾ ഉണ്ടാവും.
പിന്നെ കൺമണി പോകുന്ന ഒഴിവിലേക്ക് പുതിയ ഡിസൈനറെ സെലക്ട് ചെയ്യണ്ടേ, പരസ്യം കൊടുക്കുന്ന കാര്യം മാനസ പറഞ്ഞിരുന്നു എന്ന് സാഗർ പറയുമ്പോൾ കൃഷി പറയുകയാണ് പരസ്യം കൊടുക്കാനൊക്കെ വരട്ടെ എന്ന്. അപ്പോൾ സാഗർ പറയണ അത് നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സാഗർ പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ കൺമണി കുളിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മായിമാർ 3 പേര് അവിടെ നിൽക്കുന്നുണ്ടാവും. അവർ ചോദിക്കുകയാണ് പനി മാറുന്നതിന് മുന്നേ എന്തിനാ കുളിച്ചതെന്ന്. അപ്പോൾ കൺമണി പറയാണ് എനിക്ക് ഓഫീസിൽ പോകണമെന്ന്. അപ്പോൾ അമ്മായിമാർ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പം തന്നെ പോണ്, നിനക്ക് വയ്യാത്തതല്ലേ, അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയാണ് ഇല്ല എനിക്ക് പോയേ മതിയാവൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് ധനലക്ഷ്മി വരികയാണ്. കൺമണിയോട് ധനലക്ഷ്മി ചോദിക്കുകയാണ് കൺമണി ഇന്ന് രാജിക്കത്ത് കൊടുക്കുകയല്ലേ എന്ന്. അപ്പോൾ കൺമണി പറയണേ ഇല്ലല്ലോ ഏടത്തി എന്ന്. അതെന്താ അങ്ങനെ, വരുണിന് നീ അലിഗയിൽ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ കൺമണി പറയണേ വരുണിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്കെന്താ, ഞാൻ പോവും എന്ന് കൺമണി പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ് നിന്റെ ഇഷ്ടമൊക്കെ നീ കയ്യിൽ വെച്ചിരുന്നാൽ മതി, അടുത്ത ആഴ്ച നിന്റെ കല്യാണമാണെന്ന് ധനലക്ഷ്മി പറയുന്നു. അപ്പോൾ കൺമണി പറയുകയാണ് വരുണുമായിട്ടുള്ള കല്യാണമാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഏടത്തി. കൺമണി പറയുമ്പോൾ ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ്. നീ അത്രയ്ക്കായോ എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി കൺമണിയും തമ്മിൽ വഴക്കുണ്ടാവുന്നു. ധനലക്ഷ്മി കൺമണിയെ തല്ലാനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മായിമാരെല്ലാവരും കൂടിയിട്ട് കൺമണിയെയും ധനലക്ഷ്മിയെയും പിടിച്ചു മാറ്റുന്നു. കൺമണിയെക്കുറിച്ചും കൃഷിനെക്കുറിച്ചും ഇല്ലാ കഥകൾ പറയുകയാണ് ധനലക്ഷ്മി. ഇത് കേൾക്കുന്ന കൺമണിക്ക് ദേഷ്യം വന്നുകൊണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുന്നു പറയുമ്പോൾ ഉള്ളതും ദേഷ്യം വരികയാണ് ധനലക്ഷ്മിക്ക്. വീണ്ടും അവർ രണ്ടുപേരും വഴക്കു കൂടുകയാണ്. അമ്മായിമാരാണെങ്കിൽ പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ കൺമണി കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. പിന്നീട് കൺമണിയും ധനലക്ഷ്മിയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം കൺമണി ഗൂഗിളിനോട് പറയുകയാണ്. അപ്പോൾ കൺമണി പറയുകയാണ് അധികം വൈകാതെ തന്നെ നിന്റെ അമ്മയ്ക്ക് പണി കിട്ടും, വരുൺ ആ പണി കൊടുക്കും, അധികം വൈകാതെ വരുണുമായിട്ടുള്ള വിവാഹം നടക്കില്ലെന്ന് ഞാൻ പറയും. അപ്പോൾ നിന്റെ അമ്മ വരുണിൽ നിന്നും വാങ്ങിച്ച 101 പവനും 10 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്തായാലും വരുണ് വന്ന് അതെല്ലാം നിന്റെ അമ്മയോട് ചോദിക്കും. അതിൻ്റെ ബഹളമാണ് പുറത്ത് നടന്നത് എന്ന് കൺമണി പറയുന്നു. അപ്പോൾ ഗൂഗിൾ പറയണം 101 പവനും 10 ലക്ഷം രൂപയൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം അപ്പ പോയിട്ട് കൃഷ് സാറിനെ കാണ് എന്ന് പറയുന്നു. അതിനുശേഷം അപ്പയുടെയും കൃഷ് സാറിൻ്റെയും കല്യാണം എന്ന് പറയുമ്പോൾ കൺമണിക്ക് നാണം വരുന്നു. അപ്പോൾ ഗൂഗിൾ കൺമണിയെ കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് കൺമണിയുടെ ഫോണിലേക്ക് മാനസ് വിളിക്കുന്നത്. കൺമണി ഗൂഗിളിനോട് പറയുകയാണ് ഞാൻ സ്പീക്കറിലിടാം, നമുക്ക് എന്താ അവൾ പറയുന്നതെന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് കൺമണി ഫോൺ എടുക്കുന്നു. എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ മാനസ് പറയുകയാണ് കൺമണി നീ പത്രം കണ്ടായിരുന്നോ, പുതിയ ഡിസൈനർക്ക് വേണ്ട പരസ്യം ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട്. കൺമണി എന്തായാലും പത്രം നോക്ക്, അപ്പോൾ കാണാം. ഉടൻ തന്നെ ഞങ്ങൾക്ക് ആഡ് കൊടുക്കണമെന്നില്ലായിരുന്നു, പക്ഷേ കൃഷിന് ഒരേ നിർബന്ധം, കൃഷിന് എന്തോ വാശി പോലെയായിരുന്നു, അതുകൊണ്ടാണ് വേഗം പരസ്യം കൊടുത്തത്. ഞാൻ ഒന്നുകൂടി കൺമണിയോട് സംസാരിച്ചിട്ട് പരസ്യം കൊടുത്താൽ പോരെ എന്ന് കൃഷിനോട് ചോദിച്ചു. അപ്പോൾ കൃഷി പറയുക വേണ്ട ഇപ്പം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നിപ്പോൾ MDയുടെ വാക്കിൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ കൺമണി GM എന്ന് പറയുകയാണ് മാനസ. മുകളിൽ നിന്ന് തീരുമാനങ്ങൾ പറഞ്ഞാൽ GMന് അത് കേൾക്കല്ലേ വഴിയുള്ളൂ. കൺമണിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. പിന്നെ കൺമണി മെയിൽ അയക്കുകയാണോ അതോ നേരിട്ട് വരികയാണോ റിസൈൻ ലെറ്റർ തരാൻ വേണ്ടിയിട്ട്? നേരിട്ട് വരികയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പണിയും അങ്ങ് തീർക്കാം. ഓക്കെ കൺമണി എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് മാനസ ഫോണ് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഗൂഗിള് കൺമണിയെ സമാധാനിപ്പിക്കുകയാണ്. പത്രത്തിലൊന്നും പരസ്യം കൊടുത്തിട്ടുണ്ടാവില്ലേ അപ്പേ, മേഡം അത് വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം മനോജ് രാവിലെ പത്രം വായിക്കുകയായിരിക്കും. അപ്പോഴാണ് പത്രത്തിൽ അലിഗിൽ ചീഫ് ഡിസൈനർ ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം കാണുന്നത്. അത് നോക്കുന്ന സമയത്ത് അവിടേക്ക് ധനലക്ഷ്മി ചായ ആയിട്ട് വരികയാണ്. അപ്പോൾ മനോജ് ഈ പരസ്യത്തിൻ്റെ കാര്യം ധനലക്ഷ്മിയോട് പറയുന്നു. ധനലക്ഷ്മി പറയുകയാണ് അതെനിക്കറിയായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതാണെന്ന് പറയുന്നു. അപ്പോൾ മനോജ് പറയുകയാണ് വേറൊരാളെ കൂടി വെക്കുകയായിരിക്കും, അല്ലാതെ പകരക്കാരൊന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ് അങ്ങനെയല്ല, ഇത് പകരക്കാരിയെ തന്നെ വെക്കുകയാണ്, കൺമണിയുടെ അവിടുത്തെ ജോലി ഇന്നത്തോടെ അവസാനിക്കും എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ മനോജ് പറയുകയാണ് അത് നല്ലതാണ്, വരുണിനും അവിടെ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് കൺമണി വരികയാണ്. അപ്പോൾ ധനലക്ഷ്മി
കൺമണിയെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ വരുന്നല്ലോ കഥാനായിക, പത്രം നോക്കാൻ വന്നതായിരിക്കില്ലേ, ഇന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി കൺമണിക്ക് പത്രം കൊടുക്കുകയാണ്. കൺമണി ആ പത്രവാർത്ത കണ്ട് ഞെട്ടുന്നു. അപ്പോഴേക്കും അവിടേക്ക് കൺമണിയുടെ അച്ഛൻ വരികയാണ്. അച്ഛൻ വരുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, ഇതാ പുന്നരമോളുടെ ജോലി കട്ടപ്പുറത്തായിട്ടുണ്ട്, അവൾക്ക് പകരം വേറെ ആളെ അവിടെ എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ ചോദിക്കുകയാണ്, അങ്ങനെ എന്തിനാണ് ലക്ഷ്മി പറയുന്നത്, ഒരു സ്ഥാപനമാവുമ്പോൾ വേറെ ആൾക്കാരെ എടുക്കില്ലേ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നു, അങ്ങനെയല്ലേ അച്ഛാ, ഇത് എനിക്ക് പകരം വേറെ ആളെ എടുക്കുകയാണ് അച്ഛാ, ഞാൻ ജോലി രാജിവെക്കുകയാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണ, ഇതാണ് പറയുന്നത്, മുകളിലെല്ലാം ഒരാൾ കാണുന്നുണ്ട്, അവസാനം എല്ലാം കറക്കി ഇവിടെ വരെ എത്തിച്ചല്ലോ, ഇനി ഇവള് ജോലിക്ക് പോകണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഗോകുല് കൺമണിയോട് പറയണ, അപ്പേ ആദ്യം പോയിട്ട് കൃഷി സാറിനെ കാണൂ എന്ന്. എന്നിട്ട് കൺമണി ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ രാവിലെ കൃഷി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാനസ വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കോഫി കൊടുക്കുകയാണ്. അപ്പോൾ കൃഷി പറയണേ, എനിക്ക് വേണ്ടെന്ന്, പ്ലീസ് കൃഷ്, കുറച്ച് നേരം കൃഷിന് വേണ്ടി ഞാൻ അടുക്കളയിൽ കുറച്ച് ബുദ്ധിമുട്ടി, എനിക്ക് വേണ്ടി ഒരു സിപ്പ് കുടിക്കുക എന്ന് പറയുമ്പോൾ കൃഷി ദേഷ്യം വന്നിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് കൃഷി പറയുമ്പോൾ മാനസ പറയുകയാണ്, വെറുതെ ഒന്ന് ഈ കോഫി കപ്പിൽ ചുണ്ട് മുട്ടിച്ചാലും മതി എന്ന് പറയുമ്പോൾ കൃഷി കോഫി വാങ്ങിച്ചിട്ട് ഒരു സിപ്പ് കുടിച്ചിട്ട് മാനസിക്ക് കൊടുക്കുന്നു. മാനസ അതേ സമയത്ത് തന്നെ ആ കപ്പിൽ നിന്നും കോഫി കുടിക്കുകയാണ്. ഇത് കാണുന്ന കൃഷിന് ദേഷ്യം വരുന്നു. അതിനുശേഷം മാനസ കൃഷിനോട് ചോദിക്കുകയാണ്, കൺമണിയും കൃഷിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, നിങ്ങളെ ഞാൻ തന്നെയാണല്ലോ ഫ്രണ്ട്സ് ആക്കിയത്, പക്ഷേ ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷി കാര്യം എന്താ എന്ന് മാനസയോട് ചോദിക്കുമ്പോൾ മാനസ പറയുകയാണ്, ആ അലിഗയിലെ ജോലി വേണ്ടെന്ന് പറഞ്ഞു കൺമണി, ജസ്റ്റ് അവൾ വിളിച്ചിരുന്നു, മേഡം എനിക്ക് ആ ജോലി വേണ്ട, ഞാൻ റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. എനിക്ക് ആ ടോൺ അത്ര സുഖമായി തോന്നിയില്ല, എന്താ കാര്യം എന്ന് ഞാൻ കൺമണിയോട് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നട്ടലില്ലാത്തവരുടെ കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന്. നട്ടലില്ല എന്ന് പറഞ്ഞത് നമ്മുടെ അങ്കിളിനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, വെറുതെ കള്ളത്തരം പറയണ്ട എന്ന്. അപ്പം മനസ്സ് പറയണ, ഓക്കെ ശരി, ഞാനൊന്നും പറയുന്നില്ല, കേട്ട കാര്യം പറഞ്ഞേ ഉള്ളൂ, ഇനി അവൾ പറയുന്ന കാര്യം കേട്ടാൽ പച്ചക്കള്ളം എന്നായിരിക്കും കൃഷി പറയുക, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ് മാനസ. അപ്പോൾ കൃഷി പറയാണ്, ഇല്ല നീ എന്താന്ന് പറയേ എന്ന് പറയുന്നു. അപ്പോൾ മാനസ പറയാണ്, അല്ല അതവൾ നമ്മളെ കളിയാക്കിയതല്ല, എനിക്കൊരു ഉപദേശം തന്നതാ, വാക്കിന് വിലയില്ലാത്ത ആണുങ്ങളെ വിശ്വസിക്കരുത് മേഡം എന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് വാക്ക് തന്ന ആളെ അത് എന്നോട് പാലിക്കാറുണ്ടെന്ന്. പിന്നെ അവളുടെ കുറേ പഴഞ്ചൊല്ലുകളും, നായുടെ വാല് എത്ര കാലം കുഴലിലിട്ടാലും വളഞ്ഞിരിക്കുള്ളൂ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവൾ പറഞ്ഞു. അവൾ ആ പറഞ്ഞതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ ഫോണ് കട്ട് ചെയ്തു, ഇനിയും അവൾ വിളിക്കും, അപ്പോൾ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് കൃഷിനെ കേൾപ്പിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷി എല്ലാം വിശ്വസിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ മാനസ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം കൺമണി റൂമിനുള്ളിൽ എന്തോ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഗോകുൽ വരുന്നത്. ഗോകുൽ വന്നിട്ട് എന്താ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, ഇതെൻ്റെ രാജിക്കത്താണെന്ന്. അപ്പോൾ ഗോകുൽ എന്തിനാ ഇങ്ങനെ എടുത്തുചാട്ടം കാണിക്കുന്നത്, ആദ്യം കൃഷി സാറുമായിട്ട് ഒന്ന് നേരിട്ട് സംസാരിക്കുക എന്ന് പറയുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.